അല്ല, ഇതിന് മറുപടി പറയേണ്ടത് അന്നത്തെ ഭരണസമിതി ഭാരവാഹി എന്ന നിലയിൽ എനിക്ക് ഉത്തരവാദിത്വമുണ്ടെങ്കിലും ഇത് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം പൂർണ്ണമായി നടപ്പാക്കിയത് അഡ്വക്കേറ്റ് കമ്മീഷണറും തിരുവാഭരണ കമ്മീഷണറും ചീഫ് എഞ്ചിനീയർ അവരെ ചുമതലപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഓർഡറാണ് ഈ ഓർഡർ. ഈ ഓർഡർ പ്രകാരം ദ ഹോണറബിൾ കോർട്ട് പാസ് ആൻ ഓർഡർ 3/8/2016 will be permission was granted for dismantling existing flag mast to create a new golden flag mast Shabarimala. The work has to carried out entry at the expense of Messrs. Phoenix Infrastructure Private Limited under the supervision of Thiruvavarana Commissioner, Devasan Chief Engineer and Advocate Commissioner. ഇത് ഗവൺമെന്റ് ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരമാണ് ഈ പണികൾ ആരംഭിക്കുന്നത്. ഫിനിക്സ് ഗ്രൂപ്പ് 916 കിലോ 916 ഒരു 9161 ഗ്രാം സ്വർണം ആണ് അവർ സ്പോൺസർ ചെയ്യുന്നത്. ഇത് പരിപൂർണമായി ഈ പ്രക്രിയ നടക്കുന്നത് പമ്പയിൽ വെച്ചാണ്. പമ്പയിൽ വെച്ച് നടക്കുന്ന ഈ പ്രക്രിയയിൽ അത് നേതൃത്വം കൊടുക്കുന്നത് അഡ്വക്കേറ്റ് കമ്മീഷണർ, തിരുവാഭരണ കമ്മീഷണർ, ദേവസ്വം വിജിലൻസ് ഓഫീസർ, ഇത്രയും പേരാണ് എല്ലാ ദിവസവും ആ സ്വർണം പൂശനിൽ അവിടെ ഉള്ളത്. അപ്പോൾ അതിന് ഈ കണക്ക് എന്ന് പറയുന്നത് ഇത് തിരുവാഭരണ കമ്മീഷണർ ദേവസ്വം ബോർഡ് സെക്രട്ടറി കൊടുത്തത്. ആ കണക്കാണ് ഞാൻ വായിക്കുന്നത്. ആ കണക്ക് പ്രകാരം 22/3/2017 കൊച്ചി ഓവർസീസ് ബാങ്കിൽ നിന്നും 9 കിലോ 161 ഗ്രാം സ്വർണം ഫിനിക്സ് ഗ്രൂപ്പ് പൈസ എന്ന് കസ്റ്റംസിന്റെ പ്യൂരിഫൈഡ് സ്വർണം വാങ്ങി. വിവിധ ഭക്തരിൽ നിന്നും 5/6/2017 80.490 ഗ്രാം, 10/6/2017 246.520 ഗ്രാം, 11/6/2017 5 ഗ്രാം, 15/6 ഗ്രാം, 16/6 25 ഗ്രാം, 19/6 50 ഗ്രാം, അങ്ങനെ 412 ഗ്രാം സ്വർണമാണ് അഡീഷണലായിട്ട് അവിടെ വന്നത്. അത് ഭക്തജനങ്ങളായ ആൾ കൊടുത്തതാണ്. ആ സ്വർണം അടക്കം 9 കിലോ 573 ഗ്രാം സ്വർണം ഉണ്ടായിരുന്നു. കൊടിമരത്തിന്റെ പണിക്ക് 9 കിലോ 340.200 ഗ്രാം സ്വർണം ഉപയോഗിച്ചു. ബാക്കി വന്ന തങ്കം 232.80 ഗ്രാം, താഴേക്കൂടത്തിൽ ഉപയോഗിച്ചത് 116 ഗ്രാം. താഴേക്കൂടം ഉപയോഗിച്ച ശേഷം താഴേക്കൂടത്തിൽ തങ്കം ഉപയോഗിച്ചതിന് 681.250 ഗ്രാം, തങ്ക ഫോയിൽ ബാലൻസ് 6.230 ഗ്രാം, പണിക്കുറവ് 29.610 ഗ്രാം, മണ്ണ്, ചാരം, മെഴുക്, മെർക്കുറി ഉരുക്കിയപ്പോൾ ലഭിച്ച സ്വർണം 10.070 ഗ്രാം മില്ലിഗ്രാം. കൊടിമരത്തിന്റെയും താഴേക്കൂടത്തെയും പണികൾക്ക് ശേഷം പണിത സ്ഥലത്തെ മണ്ണ്, ചാരം, മെർക്കുറി, മെഴുക് എന്നിവ ചൂടാക്കി 17 ഗ്രാം 70 മില്ലിഗ്രാം സ്വർണം മുദ്രപ്പൊതിയാക്കി വാഹനം, അഷ്ടപാലകർ എന്നിവ വാർത്തു കഴിഞ്ഞപ്പോൾ ലഭിച്ച 1 കിലോ 25 ഗ്രാം ഉരുക്ക് ശിഷ്ടവും പല്ലിശാല വൃത്തിയാക്കിയപ്പോൾ ലഭിച്ച മണ്ണ്, ബാക്കി വന്ന 4 തങ്കവും തുടങ്ങിയ ബുക്ക് അടങ്ങിയ ബുക്ക് 1 ഉപയോഗിച്ച ശേഷം മിച്ചം തങ്കം പൂശിയ 1 എന്നിവയും 6 മുഴ സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിട്ടുണ്ട്. എന്ന് വന്നിട്ട് മഹസർ പകർപ്പ് 2 ബുക്ക്, ഇതെല്ലാം മഹസറിൽ രേഖപ്പെടുത്തിയുള്ള കാര്യങ്ങളാണ്. ഇതിന് എവിടെയാണ് ഇതിൽ നിന്നും കൂടുതൽ സ്വർണം കിട്ടിയത് എവിടെയാണെന്ന് അവർ പറയട്ടെ. ഇത് കൃത്യമായ കണക്കാണ്. ഈ കണക്ക് ഹാജരാക്കിയിട്ടുണ്ട്. ഈ കണക്ക് ദേവസ്വം ബോർഡിൽ പാസ്സാക്കിയിട്ടുണ്ട്. ഈ കണക്ക് കേരള ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. ഹൈക്കോടതി അത് സന്തോഷത്തോട് സ്വീകരിച്ച കണക്കാണ്. ഇതുപോലെ ഒരു കണക്ക് ദേവസ്വത്തിന്റെ ചരിത്രത്തിൽ ആരും തന്നെ പ്രസന്റ് ചെയ്തിട്ടില്ല. അത്രയും പെർഫെക്റ്റായ ഒരു കാര്യത്തെക്കുറിച്ച് മിനിയന്നാൾ CPMന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവ് എന്നെ വിളിച്ച് പറഞ്ഞ, അജയ സൂക്ഷിക്കണം, VD സതീശന്റെ ജാഥ, പുതുയുഗ ജാഥ എറണാകുളത്ത് വരുമ്പോൾ അജയ് തറയിലിനെ ചോദ്യം ചെയ്യാനുള്ള പദ്ധതിയാണ് ഗവൺമെന്റ് ഇട്ടിരിക്കുന്നത്.
ഉദ്ഘാടനം ചെയ്ത പിറ്റേ ദിവസം അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തു. എറണാകുളത്ത് വരുമ്പോൾ അജയ് തന്നെ ചോദ്യം ചെയ്യാൻ പദ്ധതിയിട്ടിരിക്കുന്നു. അത് പ്രകാരം ഹൈക്കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഹൈക്കോടതി, എന്നിട്ടും ഹൈക്കോടതി എന്താ പറഞ്ഞിരിക്കുന്നത്, ക്വിക്ക് വെരിഫിക്കേഷന് വേണ്ടിയുള്ള ഓർഡറാണ് ഇട്ടിരിക്കുന്നത്. ഇവിടെ 412 ഗ്രാം സ്വർണം for the purpose of polishing of different parts of gold and mass right from the top or bottom, including the Panchavarga Tara, 9.161 kilograms of pure gold of 99% purity was purchased from the Customs Department as stated above. Mr. Suresh Gobi and a number of seniorities, businessmen and similar devotees came forward to dedicate an additional 412.010 gram of pure gold also as to paste and polish the same upon the Vajivahanam and the Ashtadik Palagas in addition to the 12 layers of gold plating was estimated and dedicated earlier. This was to make the Vajivahanam shine at the top of the Dwajam and the Ashtadik Palaga to remain intact and perfect golden glitter for years to come. അതിനു വേണ്ടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിന് കൃത്യമായ കണക്ക് ഈ 412 ഗ്രാമിനേക്ക് അപ്പുറത്തേക്ക് ഏത് ഭക്തനാണ് അവിടെ സ്വർണ്ണം തന്നത്? ഒരു സാങ്കേതികമായ കാര്യം പിടിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ പറയുന്നത് റെസീറ്റ് കൊടുത്തിട്ടില്ല എന്നാ പറയുന്നത്. ഞാൻ ചോദിക്കുന്ന പമ്പയിൽ വെച്ച് വിജിലൻസ് ഓഫീസർ റെസീറ്റ് കൊടുത്തില്ല. തിരുവാഭരണ കമ്മീഷണർ റെസീറ്റ് കൊടുത്തില്ലേ? അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ഓഫീസർ ഉണ്ടായിരുന്നല്ലോ. ഇവർക്കൊക്കെ ചെയ്യാവുന്ന കാര്യം അത് ദേവസ്വം ബോർഡ് പ്രസിഡന്റും മെമ്പർമാരും ഇരുന്ന് റെസീറ്റ് കൊടുക്കലാണ് പണി. അപ്പം അത് പറഞ്ഞുകൊണ്ട് സാങ്കേതിക പ്രശ്നം പറഞ്ഞുകൊണ്ട് ഉള്ള ഒരു വലിയ പ്രശ്നമുണ്ടാക്കിയിരുന്നു. ഇതിനകത്ത് SIT തന്നെയാണ് ഇതിനെ ഹൈക്കോടതിയുടെ മുമ്പിൽ ഇത് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. തെറ്റിദ്ധാരജനകമായിട്ട് ചെയ്തിരിക്കുന്നു. ഹൈക്കോടതി നിഷ്പക്ഷമായി വളരെ എൻ്റെയൊക്കെ ജീവിതത്തിൽ വളരെ സന്തോഷകരമായ തീരുമാനമാണ് ഹൈക്കോടതി എടുത്തത്. കാരണം ഒരു ദ്രുത പരിശോധന, ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തി എന്നെപ്പോലുള്ള ഒരാൾ ഇത്രയും വലിയ സ്വർണ്ണക്കൊള്ള നടത്തിയവരുടെ ഇടയിൽ ക്രിസ്റ്റൽ ക്ലിയറായി ജീവിക്കുന്നു എന്ന് തെളിയിക്കാൻ കഴിയുന്ന ഒരു അവസരമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്.